41 ദിവസമാണ് നീറ്റിനുള്ളത്. കംപ്ലീറ്റ് ടെൻഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ടെൻഷനുകൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തെ മെയിൻ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ടെൻഷൻ എന്ന് പറയുന്നത്. രണ്ട്, ഈ ചോദ്യങ്ങളൊക്കെ മാത്രം പഠിച്ചാൽ മതിയോ? ഇതൊക്കെ തന്നെ ആയിരിക്കും നീറ്റിന് വരുന്നത്. ഞാൻ പഠിക്കാത്ത ചോദ്യങ്ങളായിരിക്കും നീറ്റ് എക്സാമിന് വരുന്നതെന്നാണ് രണ്ടാമത്തെ ടെൻഷൻ. പിന്നെയുള്ള മെയിൻ ടെൻഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ എക്സാം ഹോളിൽ ചെല്ലുമ്പോഴത്തേക്ക് മറന്നു പോകും എന്നുള്ളതാണ് മൂന്നാമത്തെ ടെൻഷൻ, നിങ്ങളുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇനി എക്സാം എങ്ങനെയായിരിക്കും എന്ന് ഓർത്തായിരിക്കും നാലാമത്തെ ടെൻഷൻ. ഇനി ഒരുപാട് ടെൻഷനുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പറയാം. പക്ഷെ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ടെൻഷനുകളൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? ഈ ടെൻഷനുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. കാര്യം കഴിഞ്ഞ ഒരു വർഷത്തെ ഹാർഡ് വർക്കിന്റെ അവസാന ക്ലൈമാക്സ് ഡേയിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്, അല്ലേ? ക്ലൈമാക്സ് 3 ഹവറിലേക്കാണ് നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ക്ലൈമാക്സിനെ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയല്ലേ ആ ക്ലൈമാക്സ് എത്തുള്ളൂ. അതിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ചാപ്റ്റർ ഞാൻ ഒന്നും പഠിച്ചില്ല, പക്ഷെ അതിനകത്ത് 1-2 ചോദ്യം ഞാൻ ആകെ പഠിച്ചത്. ആ 2 ചോദ്യം നീറ്റിന് വരാൻ ചാൻസ് ഉള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ അങ്ങ് മാറും. ഈ ചോദ്യമേ വരത്തുള്ളൂ. ഈ ചോദ്യം നിങ്ങൾ കണ്ടാൽ ആ ചോദ്യം നീറ്റിന് വരും ഉറപ്പായിട്ടും. ഞാനിത് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് നോക്കി. ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും നീറ്റിന് വരിക. അത് വന്നാൽ ഞാൻ എഴുതിയിരിക്കുമെന്ന ആ ഒരു പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മുമ്പോട്ട് പോകാൻ തുടങ്ങാം. അതായത് ആ പോസിറ്റീവ് തോട്ട്സ് ആണ് ഇനി മുതൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ വേണ്ടത്. ഈ നെഗറ്റീവ് തോട്ട്സിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്ത് അതിനെ കംപ്ലീറ്റ് പോസിറ്റീവ് തോട്ട്സ് ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങൾ അടുത്ത 41 ദിവസവും ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ക്ലൈമാക്സിന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? പോസിറ്റീവാക്കി മാറ്റിയെടുക്കണം. ഞാൻ ഇനി പഠിക്കുന്ന ചോദ്യങ്ങൾ മാത്രമായിരിക്കും നീറ്റിന് വരിക. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. ഓരോ ചോദ്യം കാണുമ്പോൾ ഇത് നീറ്റിന് വരും, ഞാനത് അറ്റൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ചിന്തിക്കുക. ഇനി കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണെങ്കിൽ 16 ലക്ഷം പേർക്കും ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എക്സാം എഴുതി തീരുന്നവരെ ആ സാറ്റിസ്ഫാക്ഷൻ ആർക്കും കിട്ടില്ല, റൈറ്റ്? അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. നിങ്ങളെ പോലെ തന്നെയാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാം റിവൈസ് ചെയ്ത് 10 തവണ റിവൈസ് ചെയ്താലും ചിലർക്ക് എന്ത് ചെയ്യത്തില്ല? സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സൈഡിലേക്ക് നിങ്ങൾ തന്നെ മാറ്റി വെക്കുക. ഇനി രണ്ടാമത് നിങ്ങൾ ചിന്തിക്കേണ്ട എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഡയറക്ട്ലി എന്തായിരിക്കും? ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫിസിക്സിലൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. കെമിസ്ട്രിയിലും അങ്ങനെ തന്നെ. ബയോളജി ഡയറക്ട്ലി ഫ്രം NCERT ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്, ഇനി 41 ദിവസത്തിൽ കാണുന്നതെല്ലാം നീറ്റിന് വേണ്ടത് മാത്രമായിരിക്കും. അല്ലാതെ ഇനി ടൈം ഇല്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. ഇതുപോലെ നിങ്ങളുടെ ആ ക്ലൈമാക്സിനെ, ഇനി വരാൻ പോകുന്ന ക്ലൈമാക്സിനെ, 3 മണിക്കൂർ ക്ലൈമാക്സിനെ ഇപ്പോഴേ പോസിറ്റീവാക്കി നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പോസിറ്റീവായിട്ട്. സോ ഇനി മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ പോസിറ്റീവ് തോട്ട്സ് മാത്രമാകട്ടെ. ഓരോ ചോദ്യം കാണുമ്പോൾ ആ ചോദ്യമായിരിക്കും നീറ്റിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ചാപ്റ്ററിൽ നിന്നുള്ള ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തു പോവുക. ഓരോ ചോദ്യത്തിനെയും അങ്ങനെ അപ്രോച്ച് ചെയ്യുക. 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യം ഞാൻ കാണുമ്പോൾ ഞാൻ പുഷ്പം പോലെ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അല്ലെങ്കിൽ D എന്ന് മാർക്ക് ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുമ്പോട്ട് പോക്കോടാ. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓൾ ദി ബെസ്റ്റ്.